ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം തുടരുന്നു. നാളെ രാവിലെ 10:15 ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനായി വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ഭക്തരാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ അന്നദാനം നടത്തി. ആറ്റുകാലിൽ നിന്ന് ശാലിനി ചേരുന്നു. ശാലിനി, നാളെ പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം, അങ്ങോട്ടേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് തുടരുന്നു. ഇപ്പോൾ രാവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയ ശേഷം അന്നദാന വഴിപാട് നടത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭക്തലക്ഷങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയാണ് ഇത് ക്ഷേത്രത്തിന്റെ നടപ്പന്തലാണ്, പ്രധാന നടപ്പന്തലാണ്. നടപ്പന്തലിലെ ഭക്തജന തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ക്ഷേത്ര നട തുറന്ന സമയം മുതൽ തുടങ്ങിയ ഒരു ഭക്തജനങ്ങളുടെ ഒഴുക്ക്, പ്രത്യേകിച്ച് അമ്മമാരുടെയും കുഞ്ഞു കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ആ ഒഴുക്ക് ഈ മണിക്കൂറിലും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. 4500ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ കവചത്തിലാണ് ക്ഷേത്രം ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ 170-ലധികം വരുന്ന CCTV ക്യാമറകൾ, പ്രത്യേകമായി തയ്യാറാക്കിയ 2 കൺട്രോൾ റൂമുകൾ, അവരുടെയൊക്കെ സുരക്ഷാ വലയത്തിലൂടെയാണ് ഈ ഓരോ ഭക്തജനങ്ങളും ക്ഷേത്രത്തിനുള്ളിലേക്കും പുറത്തേക്കും ഒക്കെ കടന്നു പോകുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തി പൊങ്കാല സമർപ്പിക്കാനായി ദേവിയുടെ മുൻപിൽ എത്തി അടുപ്പും കൂട്ടി സാധനങ്ങളെല്ലാം വാങ്ങി കാത്തിരിക്കുന്ന ഭക്തജനങ്ങളെ നമുക്കിവിടെ കാണാം. അപ്പോൾ ആ ഒരു തിരക്ക് ഈ മണിക്കൂറിലും തുടരുകയാണ്. ഭക്തരുടെ പ്രതികരണം ഒക്കെ നമുക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നവരുണ്ട്, വർഷങ്ങളായി ഇവിടെ നിന്ന് പൊങ്കാല ഇടുന്നവരുണ്ട്, ദൂരദേശത്ത് നിന്ന് പൊങ്കാല ഇടാനായി ഇവിടെ എത്തിയവരുണ്ട്. എവിടെ നിന്നാ വരുന്നത്? ആലപ്പുഴ. എത്ര നാളായി പൊങ്കാല ഇടുന്നത്? 2 വർഷമായി. എല്ലാ വർഷവും വരാറില്ല? ഇങ്ങനെ ഇത്തവണത്തെ തിരക്കൊക്കെ കൂടുതലായി വർഷം. ആദ്യമായിട്ടാണോ പൊങ്കാല ഇടാനൊക്കെ? ക്ഷേത്രത്തിൽ തിരക്കൊക്കെ നല്ല തിരക്കുണ്ട്. എങ്ങനെയുണ്ട് തിരക്കൊക്കെ? കഴിഞ്ഞ വർഷത്തെക്കാട്ടും കൂടുതലാണ് തിരക്ക്. ഓരോ വർഷം കൂടുതലാണല്ലോ. അടുപ്പൊക്കെ പിടിച്ചു? ഇല്ല, നാളെ പിടിക്കുന്നേ ഉള്ളൂ. ഇവരൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടവിട്ട സമയങ്ങളിൽ വളരെ കുറച്ച് പേരെ വെച്ചാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇപ്പോൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയധികം ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ഒരേ സമയം തന്നെ ഒരുപാട് പേരെ കയറ്റിവിടാനുള്ള സൗകര്യം നിലവിലില്ല എങ്കിൽ പോലും വളരെ ചുരുക്കം ആളുകളെ വെച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ചപൂജയൊക്കെ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ക്ഷേത്രത്തിനുള്ളിൽ പുരോഗമിക്കുകയാണ്. നാളെ രാവിലെ 10:15 വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 10:15 അടുപ്പുവെട്ട് ചടങ്ങ് നടക്കാൻ പോകുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് എത്തിയ ആളുകളുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപൊരു പുണ്യാഹം തളിക്കുന്നത് പോലെ ക്ഷേത്ര പരിസരത്ത് ഒരു ചെറിയ മഴ പെയ്തിട്ടുണ്ട്. പൊടിയൊക്കെ ഒന്ന് അടങ്ങാനും ശമനത്തിനൊക്കെ അത് സഹായമായി എന്നുള്ളതാണ്. കൂടാതെ തന്നെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു, ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. ഒപ്പം തന്നെ നടി പാർവതി അടക്കമുള്ളവർ ഇവിടെ എത്തി ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഇവിടെ അന്നദാനമൊക്കെ നടത്തിയിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും ഭക്തജന പ്രവാഹം തുടരുന്നു. ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും അവസാന മണിക്കൂറിലേക്ക് കടക്കുന്നു. നാളെ രാവിലെ 10:15 ഈ അടുപ്പുവെട്ട് ചടങ്ങ്. ഉച്ചയ്ക്ക് 1:15 നിവേദി ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന ഒരു വർഷം, ആ ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. ദേവിയുടെ ചൈതന്യം കിട്ടാൻ, ഒപ്പം തന്നെ ദേവിക്ക് നിവേദ്യം അർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലും ഒരുക്കത്തിലുമൊക്കെയാണ് ഈ മണിക്കൂറിൽ ഭക്തരുള്ളത് എന്നുള്ളതാണ്. ഒരുപക്ഷെ 45 ലക്ഷത്തോളം വരുന്ന ഭക്തരെയാണ് ഇത്തവണ ക്ഷേത്രത്തിലേക്ക് പൊങ്കാല സമർപ്പണത്തിനായി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയധികം ആളുകളുടെ തിരക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്രയധികം ഒരുക്കങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നാളെയൊക്കെ ഈ സമയം അവസാന ഘട്ടത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നു. തൊട്ടു പിന്നിലായി, അതായത് നടപ്പന്തലിന് തൊട്ടു പിറകിലായി പച്ചപ്പന്തലിൽ തോറ്റം പാട്ടുകാർ അവരുടെ കണ്ണകി ചരിതം പാടിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അതെല്ലാം പൂർത്തീകരിച്ച് ചടങ്ങുകളെല്ലാം ഇന്നത്തേത് പൂർത്തിയാകും. നാളെ രാവിലെ 10:15 അടുപ്പുവെട്ട് ചടങ്ങുകൾ നടക്കും. 1:15 നിവേദ്യ ചടങ്ങ്. അതിനുശേഷം വൈകിട്ട് കുത്തിയോട്ട ബാലന്മാരുടെ ചൂരൽക്കുത്തുണ്ട്. അതിനുശേഷമായിരിക്കും രാത്രി 9:30 ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത്. ആനയുടെയും വാദ്യമേളങ്ങളുടെയും കുത്തിയോട്ട ബാലന്മാരുടെയും ഒക്കെ അകമ്പടിയോടുകൂടി മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്ക് ദേവി പുറത്തെഴുന്നള്ളത്ത് നടത്തും. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ദേവി ഇങ്ങോട്ടേക്ക് തിരിച്ച് എഴുന്നള്ളാൻ പോകുന്നത്. സഹോദരനെ കണ്ട് സായുജ്യം മടങ്ങി സന്തോഷത്തോടു കൂടി ദേവി ഇവിടെ മടങ്ങി എത്തിയാൽ ഉടൻ തന്നെ ഇവിടെ മറ്റ് വിശേഷാൽ പൂജകളും ചടങ്ങുകളും ആരംഭിക്കും. രാത്രി 1 മണിയോടുകൂടി ഗുരുതർപ്പണമുണ്ട്. അതിനുശേഷമാണ് കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കുന്നത്. അതോടുകൂടി 2025 പൊങ്കാല മഹോത്സവത്തിന് പരിസമാപ്തി ആവുകയും ചെയ്യും. ഒരു വർഷം നീണ്ടുനിന്ന കാത്തിരിപ്പ്, ഒപ്പം തന്നെ കാർത്തിക നാളിൽ കൊടിയേറി അതിലെ ദിവസങ്ങൾ നീണ്ടുനിന്ന ആഘോഷങ്ങൾ, 3 വേദികളിലായി കലാപരിപാടികൾ, അരങ്ങേറ്റങ്ങൾ, വിവിധ പ്രമുഖരുടെ അടക്കമുള്ള പരിപാടികൾ, അങ്ങനെ ആഘോഷപൂർണമായ ഒരു ഉത്സവകാലത്തിന് മറ്റന്നാളോടുകൂടി തിരിശീല വീഴുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, ദേവിയുടെ ഇഷ്ടനാള്, ഇഷ്ട ദിവസം. കണ്ണകി ചരിത്രത്തിൽ പറയുന്നത് പോലെ തന്നെ
മധുര ചുട്ട് ചാമ്പലാക്കി കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് കിള്ളിയാറിന്റെ കരയിലേക്ക്, കിള്ളിയാറിന്റെ തീരത്തേക്ക് എത്തുന്ന ദേവിയെ പൊങ്കാല അർപ്പിച്ച അമ്മയുടെ ദേഷ്യവും കോപവും ഒക്കെ അടക്കി സമാധാനത്തോടെ ആറ്റുകാലിൽ കുടിയിരുത്തി എന്നുള്ളതാണ് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം. ഒറ്റ വരിയിൽ പറഞ്ഞ് ആ ഒരു ഒറ്റ വരി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാണ്ഡ്യരാജാവിന്റെ നിഗ്രഹം അടക്കമുള്ള കാര്യങ്ങൾ കണ്ണകി ചരിത്രത്തിലൂടെയുള്ള ആ വരികൾ തോറ്റമ്പാട്ടുകാർ ഇവിടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള കണ്ണകി ചരിത്രത്തിലെ അല്ലെങ്കിൽ ചിലപ്പതികാരത്തിലെ മധുര ചുട്ട് ചാമ്പലാക്കുന്ന കോപാകുലിയായ കണ്ണകിയുടെ കഥ നാളെ പാടിത്തീരുന്നതോടു കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഏറ്റവും സമ്പൂർണ്ണമായ അല്ലെങ്കിൽ ഏറ്റവും സമ്പുഷ്ടമായ ചടങ്ങ് കൂടിയായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ അടുപ്പുവെട്ട് ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. എന്തായാലും ദൂരദേശങ്ങളിൽ നിന്നടക്കം വന്ന ആളുകൾ എനിക്ക് പിന്നിൽ കാണുന്ന പോലെ ക്ഷേത്ര ദർശനമൊക്കെ പൂർത്തിയാക്കി ഇവിടെയൊക്കെ വിശ്രമിക്കുമെന്ന് നമുക്ക് കാണാം. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ നടപ്പന്തലൊക്കെ അവരിങ്ങനെ മധുരാനഗരം ചുട്ടുചാമ്പലാക്കിയ കണ്ണകി ദേവിയെ സന്തോഷിപ്പിക്കാനായി ഭക്തർ അർപ്പിച്ച പൊങ്കാല വഴിപാട് അത് കാലങ്ങളായി തുടരുന്നു. ലക്ഷക്കണക്കിന് അമ്മമാരും സ്ത്രീകളുമാണ് ആറ്റുകാലമ്മയ്ക്ക് നാളെ പൊങ്കാല അർപ്പിക്കുന്നത്. അവിടെ ക്ഷേത്ര സവിധം ഒന്നാകെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.